നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കൂടി വിത്ത് യുവർ പെർമിഷൻ ഒരു പ്രാവശ്യം കൂടി നമ്മൾ അമ്മയുടെ കാര്യം ഒന്ന് സംസാരിക്കട്ടോ. ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചാണ്. ഏത് എൻ്റെ അമ്മ നിങ്ങളുടെ അമ്മയല്ല, AMMA, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്സ് എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഫുൾ ഫോം. പക്ഷെ എന്താണെങ്കിലും നമുക്ക് അത് നോക്കണ്ട, നമുക്ക് നേരെ തിരിച്ചിടാം. ആർട്ടിസ്റ്റ്സ് ഓഫ് മലയാളം മൂവി അസോസിയേഷൻ. യെസ്, അത്രയും നല്ല പ്രകടനങ്ങളാണ് ഇവരെല്ലാവരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലക്ഷ്മിപ്രിയയുടെ പ്രകടനം ഒരു സൈഡിൽ കൂടി കണ്ടു. പിന്നെ ടിനി ടോമിൻ്റെ ഭാഗത്തു നിന്നും ചില പ്രകടനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇതിൻ്റെ ഇടയിൽ കൂടി ഇന്ന് ഞാനൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ മറുനാടൻ, ഞാൻ ഫോളോ ചെയ്യുന്നൊരു ചാനലാണ് മറുനാടൻ, ഇന്ന് ടിനി ടോമിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. എനിക്കത് കംപ്ലീറ്റ് വെളുപ്പിക്കലായിട്ട് തോന്നി. കാരണം വെച്ചാൽ എനിക്ക് ഈ ഒരു സിറ്റുവേഷനൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ മാത്രം അതിൽ മാത്രമാണെങ്കിൽ കൂടി ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അൻസിബയുടെ ഭാഗത്താണ് കംപ്ലീറ്റ് ന്യായം. ടിനി ടോമിൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് മറുനാടൻ്റെ വീഡിയോയിലൂടെ കണ്ടു. മറുനാടനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൽ ഇയാളെ തകർക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഗൂഢാലോചന ചെയ്യാണ്. അതിൽ നമ്മുടെ തരികിട സാബുമോൻ, ബിഗ് ബോസിൽ വന്നിട്ടുള്ള സാബുമോൻ, ഫസ്റ്റ് സീസൺ വിന്നർ സാബുമോനാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചിട്ടുള്ളത് എന്നൊരു ആരോപണം കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മിപ്രിയയുടെ കുറച്ച് വീഡിയോസൊക്കെ പാടായിട്ട് കുറച്ച് അല്ലറ ചില്ലറ. അതിലേക്ക് വലിയൊരു കാര്യം പുറത്തു വന്നു. അമ്മ ഓഫീസിലെ CCTV ചോർത്തിയിട്ട് പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസും കൂടി വരുന്നുണ്ട്. വീഡിയോയിൽ കിടക്കാം. ആദ്യം 1-2 ക്ലിപ്പ് കാണാം. അതിന് മുന്നേ പ്ലീസ്, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹൈപ്പിന് ഓപ്ഷൻ കാണുകയാണെങ്കിൽ ദയവ് ഇതൊന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു വിഷയം വിടണം എന്നുണ്ട് സത്യം പറഞ്ഞാൽ. വേറെ അടുത്തൊരു വിഷയത്തിലേക്ക് പോകാൻ, പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത വിഷയമായതുകൊണ്ടും നമ്മൾ ഒരുപാട് പ്രേക്ഷകരെ കാണുമ്പോൾ അവർ എനിക്ക് അയച്ചു തരുന്നുണ്ട് പല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആദ്യം നമ്മുടെ ടിനി ചേട്ടായി ഒരു പത്രസമ്മേളനം പോലെ, പത്രസമ്മേളനമല്ല, കുറച്ച് മീഡിയ ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ടിനി ടോമിൻ്റെ സംസാരമല്ല, അതിലേറെ കൂടുതൽ അവിടെ നിന്നൊരു ചേട്ടൻ്റെ സംസാരം. നിങ്ങൾ എത്ര പേര് കേട്ടു എന്നുള്ള അറിയില്ല. എനിക്കും അതേമാതിരി ഈ ഒരു വീഡിയോ കണ്ടുള്ള ഒരുവിധ ആൾക്കാർ കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞ പ്രകാരം ഇയാൾ കാശ് കൊടുത്ത് പറയിപ്പിക്കുകയാണോ എന്നൊരു സംശയം തോന്നി. ആ ഒരു രീതിയിലായിരുന്നു പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം ഇതൊന്ന് പ്ലേ ചെയ്യാം. ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നേ വരെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുണ്ട് അത് കേട്ടപ്പോ. ഇല്ല, നമുക്ക് ഭയങ്കര പ്രയാസമുണ്ടത്. അതായത് ഇവിടെ മുസ്ലിം മേഖല ഉള്ള ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ എല്ലാ പരിപാടിക്കും ഇദ്ദേഹം നമുക്കൊരു പ്രയാസ വീഡിയോ വാർത്തയൊക്കെ കണ്ടപ്പോ. അല്ല, അത് ദൈവത്തിന്റെ വിട്ടുകൊടുക്കുക. അല്ല, അപ്പൊ ഞാൻ വന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇവർ എല്ലാ വർഷവും എപ്പോഴും ഇവിടെ ഓരോ പരിപാടികൾ നടക്കുമ്പോൾ ഇതിന്റെ ഭാഗമാവും. ഇത് എപ്പോൾ നടന്ന പരിപാടിയെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിത് ഒരു 1 day അഗോ എന്നാണ് ഇതിൽ കാണുന്നത്. ഒരു ദിവസം മുന്നേ എന്നാണ് ഈ ഒരു ന്യൂസ് മലയാളം TV എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിൽ മറ്റേ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ എന്താണെങ്കിലും 500 രൂപ കൊടുത്താൽ 5000 രൂപയുടെ എക്സ്പ്രഷൻ ഇടുന്ന ആർട്ടിസ്റ്റിനെ കേട്ടില്ല. അങ്ങനെ ഏതോ ഒരു ചേട്ടനാണ് ആ ക്യാമറയുടെ അപ്പുറത്ത് കണ്ടിട്ടുള്ളത്. കാരണം ഇയാളുടെ സംസാരം കേട്ട സമയത്ത് ടിനിക്ക് തന്നെ ഇതിൽ തോന്നിപ്പോയി, അയ്യോ ഈ ചങ്ങാതിനെ കൊണ്ട് പറയിപ്പില്ല, ഇയാൾ നമ്മളെയും കൂടെ മാനം കെടുത്തുന്ന രീതിയിലാണോ സംസാരിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഈ ഒരു വീഡിയോയിൽ ഫീൽ ചെയ്തു. പിന്നെ രണ്ടാമത് ഒരു ചെറിയൊരു ക്ലിപ്പ് കൂടി കണ്ടതിന് ശേഷം നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് പോകാം. കാരണം എന്താ അറിയോ, നമ്മുടെ ലക്ഷ്മിപ്രിയല്ലേ, ലക്ഷ്മിപ്രിയ പറയാ, ഒന്ന് ഹഗ് ചെയ്താൽ, കേട്ടോ, തമ്മിൽ ഒന്ന് ഹഗ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന് ചോദിക്കാൻ തോന്നി. ജഗതി ചേട്ടൻ്റെ എക്സ്പ്രഷൻ കറക്റ്റ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? കേൾപ്പിച്ചാരാ. തമ്മിലൊന്ന് ഹഗ് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ പോലും എനിക്ക് വളരെ വിഷമം തോന്നി. ഇത്രയും സമയം സിനിമ മാറ്ററുമായിട്ട് ഇവിടെ വന്നിരുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ശരിക്കും പറഞ്ഞാൽ അവരുടെ സമയം, എന്റെ സമയത്തിനല്ല. അവരെ യൂണിഫോം ഇട്ടിരിക്കുന്ന ഈ നാട്ടിലെ എന്തെല്ലാം കാര്യങ്ങൾ അവർ തീർപ്പ് കൽപ്പിക്കേണ്ട വിലപ്പെട്ട സമയമാണ് ഇതിനൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. മേശയ്ക്ക് ചുറ്റിനല്ല, തമ്മിലൊന്ന് ഹഗ് ചെയ്താൽ തീരുന്ന. ബിജുമാനെ പറഞ്ഞാൽ ചിരിപ്പിക്കലടാ പൊട്ടാറ്. തമ്മിൽ മേശയ്ക്ക് ചുറ്റുമല്ല അത്ര. മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ഹഗ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മേശയ്ക്ക് ചുറ്റുമല്ല, തമ്മിൽ ഒന്ന് ഹഗ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ള എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ആ പാവത്തിന് 3 മണിക്കൂറല്ല, ഒരു മിനിറ്റ് കണക്കൊക്കെ പറയണത്. എന്തോ ആയിക്കോട്ടെ, ഒരാൾ 3 പറഞ്ഞിട്ട് മറ്റാൾ 1 ഉണ്ട്, നമ്മൾ നടുക്ക് പിടിക്കാം. ഒരു 1.5-2 മണിക്കൂറോളം എന്തിനാണ് ഇതിനെ സ്റ്റേഷനിൽ അവിടെ ഇരുത്തിയത്? തമ്മിൽ ഹഗ് ചെയ്ത് പരിഹരിക്കാമായിരുന്നില്ലേ? ഇപ്പോഴും ഹഗ് ചെയ്യാലോ. പോകൂ, വണ്ടി എടുത്ത് വിടൂ, ഹഗ് ചെയ്തിട്ട് തീരുമാനിക്കാൻ.
പറ്റില്ല. ഇന്നസെന്റ് ചോദിച്ചാൽ പറ്റില്ല, ഹഗ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ചിരി വന്നിട്ട് എന്നാ പിന്നെ അതിൻ്റെ കമൻസ് അതെന്നെ കമൻറ്റ് എഴുതി. എന്നാൽ പിന്നെ ചേച്ചിക്ക് അൻസിബയ്ക്കെതിരെ പരാതി കൊടുക്കുന്നതിന് മുന്നേ പോയി ഹഗ് ചെയ്തുകൂടായത്, സോൾവ് ചെയ്തുകൂടായിരുന്നു. സത്യമല്ലേ? പിന്നെ അതേമാതിരി ഈ പോലീസിനെ സത്യം പറഞ്ഞാൽ എല്ലാ ആൾക്കാരും നമ്മളവിടെ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു. കാരണം എന്താ അറിയോ, പോലീസിന് എന്തൊക്കെ പണിയുണ്ട്, വേറെ എന്തൊക്കെ പരിപാടികളുണ്ട് പോലീസിനെ ബുദ്ധിമുട്ടിച്ചില്ല, വേറൊന്നും വിഷയമല്ല. പോലീസിനെ ബുദ്ധിമുട്ടിച്ചില്ല, അവരുടെ സമയം മെനക്കെടുത്തിച്ചതിന് മാത്രമേ പ്രശ്നം. അപ്പോൾ ഇതിനവിടെ 3 മണിക്കൂർ ഇരിക്കുന്ന സമയത്തും പോട്ടെ, 1-3 ഇത്ര മിനിറ്റുകൾ, 1 മണിക്കൂർ ഇത്ര മിനിറ്റാണ്, ഈ മണിക്കൂർ ഇതിനവിടെ ഇരിക്കുന്ന സമയത്തും പോലീസുകാരുടെ സമയം തന്നെ അല്ലേ പോയിരുന്നാവോ. പിന്നെ പോലീസിന് വിഷമം സഹിക്കാൻ പറ്റില്ല, പക്ഷേ സഹപ്രവർത്തക മെസ്സേജ് അയച്ചാൽ കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തും. വല്ലാത്ത സൈക്കോ തന്നെ ഇത്. FB തുറക്കുമ്പോൾ ഫുൾ ടൈം ഈ മോന്തയാണല്ലോ. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോൾ അടവുമായി ഇറങ്ങിയിരിക്കുന്നു. അല്ല, എന്തോ ഒരു മെസ്സേജ് വീട്ടിലേക്ക് വന്നിട്ട് കുടുംബം തകർന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ മെസ്സേജ് കണ്ട അവിടെ ഒരു ഹഗ് ചെയ്തിട്ടൊരു പരിഹാരം നടന്നില്ലേ? അറിയില്ല കേട്ടോ, ഇവരെന്നെ പറഞ്ഞു, ഞാനായിട്ട് കൈ നിട്ടതല്ല, ഞാൻ നിങ്ങളെ ഓർത്തല്ല പറഞ്ഞു, ഞാൻ പൊതുവെ പറഞ്ഞാരി ഞാൻ ഇവർ പറഞ്ഞ കാര്യം തന്നെ എടുത്ത് പറഞ്ഞൊന്നുമില്ല കേട്ടോ. പോലും എനിക്ക് വളരെ വിഷമം തോന്നി. ഇത്രയും സമയമൊക്കെ ഈ ഒരു സില്ലി മാറ്ററുമായിട്ട് ഇവിടെ വന്നിരുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പാവം അത്രയും വിഷമിച്ചിട്ടാണ് ആ മനസ്സ് ഞാൻ കാണുന്നു, ആ മനസ്സ് കാണുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ബാക്കിയുള്ള വിഷയത്തിലേക്ക് കിടക്കാം. പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി വന്ന സമയത്തും മൊഴിയെടുക്കാൻ വന്ന സമയത്തും ലക്ഷ്മിപ്രിയ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. ഒരു ജഡ്ജായിരുന്നു ഞാനെങ്കിൽ, ഇതൊരു പ്രോഗ്രാം ആയിരുന്നെങ്കിൽ അവർക്ക് ഫൈനലിലേക്ക് എൻട്രി കൊടുക്കുമായിരുന്നു. എന്നിട്ടൊരു ബുള്ളറ്റ് വന്ന് കൊണ്ടുപോകുന്നറിയില്ല, ബിഗ് ബോസ് കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും എന്തൊക്കെയാണ് ലക്ഷ്മിപ്രിയക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ളത് നോക്കാം. ചേട്ടനെ എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ടിനിച്ചേട്ടൻ അങ്ങനെ പറയുമെന്ന് നിങ്ങൾ വിചാരിക്കും? നമുക്കറിയില്ല, നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. അപ്പോൾ ഈ മാധ്യമത്തിലുള്ളവർക്ക് അറിയാം. ടിനിച്ചേട്ടനെ എനിക്കറിയുന്നതിനേക്കാളും കൂടുതൽ അറിയോ? നമുക്കറിയില്ല. എത്ര കാലങ്ങളായിട്ട് അറിയോ? അല്ല, ചിലപ്പോൾ ആരെ ഭാഗത്തത് എന്നുള്ളത് നമ്മൾ അറിയില്ല കേട്ടോ. പക്ഷെ ഏതാണ്ട് നമ്മളെ കാലാവസ്ഥയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കാറ്റ് ഇയാൾക്കെതിരാണ്. അപ്പോൾ ടിനിച്ചേട്ടൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചു. ഇതിനേക്കാൾ കൂടുതൽ കാലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ടിനിച്ചേട്ടൻ അങ്ങനെ പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മാത്രമല്ല, ഇതൊക്കെ അമ്മയുടെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊന്നും അമ്മയുടെ പെർമിസസിന്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല. ഏതോ സിനിമയുടെ സെറ്റിൽ എന്നോ നടന്ന കാര്യമാണ്. പിന്നെ അൻസിബയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം എനിക്ക് അയച്ച മെസ്സേജിലാണെങ്കിൽ പോലും ഒരു 3-ാം കക്ഷി ഉണ്ടാവും. അല്ലാണ്ട് പിന്നെ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയാനായിട്ടില്ല. ഇതിപ്പം നീനാക്കുറുപ്പ് ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടു. ഇതൊക്കെ പറഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു ഇത്തരം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എങ്ങനെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ചിന്ത. സത്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് അതിനകത്ത് യാതൊരു ഒരു സങ്കടപ്പെടുന്ന കാര്യങ്ങളില്ല. അതായത് നമുക്ക് നീതി കിട്ടും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇപ്പൊ മുഖ്യമന്ത്രി ആണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും ഒരാളുടെ മാത്രമല്ലല്ലോ, അവർ തെളിവുകളെ വളരെ വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന ആൾക്കാരല്ല. അപ്പൊ തീർച്ചയായിട്ടും എന്റെ കയ്യിലുള്ള മുഖ്യമന്ത്രിയോ എല്ലാ എവിഡൻസും, അതായത് അൻസിബ കുറെ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് ഇത്തരം ഒരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നത് പോലും. അപ്പം ഒരു ക്രൈം നടക്കുമ്പോൾ തെളിവുകൾ അവിടെ ഉണ്ടാകുന്നതാണ്, തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കുന്നതല്ല. അപ്പം ഇന്നലത്തെ അൻസിബയുടെ വാദം വരെ വളരെ ഭംഗിയായിരുന്നു. നമ്മൾ കണ്ടു, വളരെ പോരാളിയുടെ മുഖത്തോട് കൂടിയൊക്കെ അൻസിബ സ്റ്റേഷനിൽ വന്ന് സംസാരിച്ച സംസാരം വരെ വളരെ പക്കയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയെ കുറിച്ച് പൂർണ്ണമായിട്ടും കേരള സമൂഹം മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നോർത്ത് എനിക്ക് സഹതാപം മാത്രമാണ് എനിക്ക് ആ കുട്ടിയോടുള്ളത്. ഒരു കാരണവശാലും യെസ്, നോക്കാം നമുക്ക്. കാരണം അത്രയും കോൺഫിഡൻസിൽ അവർ പറയുന്ന സമയത്ത് എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പം നമുക്ക് ആലോചിക്കാം. ഇനി 2 കാര്യം. ഒന്ന്, ഈ ടിനി ടോമിൻ്റെ കുറിച്ച് ശാന്തിവള ദിനേശൻ പറയുന്ന ഒരു ചെറിയ ഭാഗം മാത്രം. അവിടെ ജനിച്ചത് മുസ്ലിം ആയതുകൊണ്ട് മേത്തച്ചിയുന്നു അമ്മയുടെ 2ാം ഭർത്താവിനോടൊപ്പം കിടക്കുന്നുള്ളത്. മോഹൻലാലിൻ്റെ പേര് കൂട്ടിച്ചേർത്ത് അനാവശ്യം പറയുകയും ചെയ്യുന്നവനെ ചെല്ലക്കുട്ടനായിട്ടാണ് ചിലർ കൊണ്ടു കിടക്കുന്നത്. അവർക്ക് തങ്കക്കുറമാണ്. എനിക്ക് വർഷങ്ങളായി പല സഹായങ്ങൾ ചെയ്തിരുന്ന തങ്കപ്പെട്ട മനുഷ്യനാണ് എന്നൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അലവലാദികളുള്ള നാടാണ് കേരളം. വിചാരിച്ചു, ഒരു പ്രായം കൊണ്ട് വളരെ യങ്ങായ ഒരു പെൺകുട്ടിയെ മേത്തച്ചി എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീ നിന്റെ അമ്മയുടെ 2ാം ഭർത്താവിൻ്റെ കൂടെ കിടപ്പെന്ന് ചോദിച്ചാൽ പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ടല്ല ചോദിക്കണം. അല്ലെങ്കിൽ നിനക്ക് മോഹൻലാലുമായിട്ട് അഭിഹിത ബന്ധമില്ലേ എന്നൊക്കെ ചോദിക്കുന്നവൻ തങ്കക്കുറവെന്ന് പറഞ്ഞാണ് മലയാള സിനിമയിലെ കുറെ കൂതറ സ്ത്രീകൾ കൊണ്ടു നടക്കുന്നത്. അവളെ പിന്തുണ ഇതിലൊരിക്കലും നമ്മൾ എൻഡോസ് ചെയ്യുന്നില്ല. അയാൾ പറഞ്ഞ അയാളുടേതായ ഭാഷയും അയാളുടേതായ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. അവൾ കൂടി ഭരിക്കുന്ന സംഘടന പോലും ഇല്ലാത്ത നാടാണ് കേരളം. പണ്ടുള്ളവർ പറയും അറുവാണി തുനിഞ്ഞാൽ നിർവ്വാണമില്ല.
ആ പഴഞ്ചൊല്ലൊന്നും ഈ പെങ്കൊച്ചിന് അറിയില്ല. അതിനാലും നനച്ചിരിക്കാതെ കുറേ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസിൽ ഉള്ളതിനാലും അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കും. ഉറപ്പാണ്. ഈ ജനസിലെ ഒരു സിനിമാക്കാരനാണോ ടി വി ടോം എന്ന മഹാൻ നാക്കെടുത്ത് വളച്ചാൽ മണ്ടത്തരവും പൊങ്ങച്ചവും തെറിയും തൊലിക്കട്ടിയും വിടുവായത്തിനും മാത്രമേ ആ വായിൽ നിന്നും വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതേ കേട്ടിട്ടുള്ളൂ. അതുപോലെ വികട സരസ്വതിയാണ് ആ നാവിൽ കുടികൊള്ളുന്നത് എന്നും എനിക്ക് തോന്നുന്നു. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല ടിനി, തെറ്റുപറ്റി എന്ന് തോന്നുന്നു. ഈ വികട സരസ്വതിയുടെ കാര്യം തന്നെയാണ് മറുനാടനിലും പറയുന്നത് കേട്ടോ. ശരിയാറില്ല. അൻസിബ ഹസനുമായി ബന്ധപ്പെട്ട് DNA ശരിയല്ല എന്ന് പറഞ്ഞു എന്നത് വാസ്തവമാണ്. അങ്ങനെ പരാമർശം ടിനു നടത്തിയതാണ്. അതുപോലെ രാജീവ് കുടപ്പുന്നതും രാജേഷ് നെയ്യാറ്റിൻകരയും അൻസിബയെ കുറിച്ച് എന്തോ പറഞ്ഞു എന്ന് ടിനു പറഞ്ഞതും ശരിയാണ്. എന്നാൽ ടിനു ആരോപിച്ചതല്ല, അവർ പറഞ്ഞു എന്ന് പറഞ്ഞതാണ്. ഇത് ടിനുവിന്റെ സ്വതസിദ്ധമായ രീതിയുടെ ഭാഗമായി സംഭവിച്ചതാണ്. ഇതിന്റെ പേരിലൊക്കെ ചില അസ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിലും അൻസിബ ഹസൻ പരാതിപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിനിടയിൽ അൻസിബ ഹസൻ കുക്കു പരമേശ്വരന്റെ കൂടെ കൂട്ടുകൂടുന്നത്. IFFKയുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഭാരവാഹിയാണ് കുക്കു പരമേശ്വരൻ. ആ ഒരു തിരുവനന്തപുരം ട്രിപ്പിൽ അൻസിബ അടിമുടി മാറുകയാണ്. അതിന് കാരണം വീണ്ടും തുടർഭരണം വരും, ടിനി ടോം കോൺഗ്രസ്സുകാരനാണ്, കുക്കു പരമേശ്വരൻ CPM ആണ്, വീണ്ടും തുടർഭരണം വരും, വീണ്ടും ഇടതുപക്ഷത്തിന്റെ കാലമാണ് എന്ന് തോന്നലുണ്ടായി. അതോടുകൂടിയാണ് മാറ്റമുണ്ടായതെന്നാണ് ടിനുവിനോട് അടുപ്പമുള്ള ചിലർ പറയുന്നത്. എന്നാൽ ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തരികിട സാബുവും അൻസിബ ഹസനും തമ്മിൽ സംഭാഷണം ഉണ്ടായെന്നും തരികിട സാബുവിന്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ഉപദേശപ്രകാരമാണ് അൻസിബ ഹസൻ അതുവരെ ഗൗരവമില്ല എന്ന് പറഞ്ഞ വ്യക്തിപരമായ കാരണങ്ങൾ രാജിവെച്ചു എന്ന് പറഞ്ഞ വിഷയത്തിൽ പരാതിയുമായി രംഗത്ത് വരുന്നത് എന്നുമാണ് സൂചന. ഇതിനെ നീനാക്കുറുപ്പിന്റെ പിന്തുണ ചോദിച്ചിരുന്നു. നീനാക്കുറുപ്പ് അമ്മയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും ഈ വിഷയം ഞാൻ വേറെ എവിടെയും കണ്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് വേറെ എവിടെയും കേട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഈ ഒരു ലിങ്കും ഈ ഒരു ലൈനും ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ മാത്രമേ മറുനാടനിൽ മാത്രമേ കണ്ടിരുന്നു. എന്നാൽ ഇതൊക്കെ കൈവിട്ട് പോലീസിലേക്ക് പോകുമെന്നോ പത്രങ്ങളിലേക്ക് വരുമെന്നോ നീനാക്കുറുപ്പ് പറഞ്ഞിരുന്നില്ല. എന്നാൽ എല്ലാം കൈവിട്ടു പോകുന്നു. ചില തൽപര കക്ഷികൾ കൂടെ ഇറങ്ങുന്നു. അവർ ഇത് ഏറ്റുപിടിക്കുന്നു. അതിനിടയിൽ ടിനി ടോം പടിപടിയായി വില്ലൻ വേഷത്തിലേക്ക് മാറുന്നു. ടിനി ടോം അൻസിബ ഹസനെ ജിഹാദി എന്ന് വിളിച്ചു എന്ന് തുടങ്ങിയ ആരോപണങ്ങൾ മനഃപൂർവ്വം ചിലർ വിക്ടിം കാർഡിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്തതാണ് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. DNA പുരുഷ വേശ്യ എന്നൊക്കെ പറഞ്ഞ് ടിനി ടോമിയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. സാമൂഹ്യ വിപത്ത് എന്ന് പറഞ്ഞ് ടിനി ടോമിന്റെ പൂർണ്ണ വീഴ്ചയ്ക്ക് വേണ്ടി അൻസിബ രംഗത്ത് വരുന്നു. സംഗതി വഷളായി പോകുന്നു. ഞാൻ ടിനിയെ വിളിച്ച് കാര്യമൊക്കെ ചോദിച്ചു. ടിനി പറഞ്ഞു, ചേട്ടാ, ഞാൻ എല്ലാം കൃപാസന മാതാവിന് സമർപ്പിച്ചിരിക്കുകയാണ്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ്, അമ്മ എന്നെ സംരക്ഷിച്ചോളും, എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാണ്, എനിക്ക് കുടുംബമുള്ളതാണ്, ഇന്നവരെ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയിട്ടില്ല, ആരും എന്നെ കുറിച്ച് അങ്ങനെ പറയത്തില്ല, ഞാൻ അതുകൊണ്ട് ആരെക്കുറിച്ചും ഒരു അഭിപ്രായം പറയുന്നില്ല, ഒന്നും പറയരുതേ എന്ന് അമ്മ എന്ന് പറയുന്ന എന്റെ സംഘടന വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് അഭിപ്രായം പറയരുതെന്നാണ്. അതുകൊണ്ട് ചേട്ടാ മറ്റുള്ളവരോട് ചോദിക്കൂ, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ടിനി ടോം ഒഴിയുകയായിരുന്നു. വളരെ സങ്കടത്തോടും വേദനയോടും കൂടി പറയട്ടെ, നിസ്സാരമായ വിഷയത്തെ ഈഗോ തീർക്കുന്നതിന് വേണ്ടി ചിലരുടെ താല്പര്യപ്രകാരം ഇത്രയധികം വഷളാക്കിയത് ആരൊക്കെയാണെങ്കിലും അവർക്കൊക്കെ ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ടിനി ദയവായി ശ്രദ്ധിക്കുക. ടിനിക്കെതിരെ അതിശക്തമായ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഒന്നായിരിക്കത്തില്ല, ടിനി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല കാര്യങ്ങൾ. നിരവധി കേസുകൾ പലരെ കൊണ്ട് ടിനിക്കെതിരെ കൊടുപ്പിക്കാനുള്ള ഗൂഢാലോചന ശക്തമാണ്. പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയിൽ പോയി കേസെടുപ്പിക്കാൻ കഴിവുള്ളവരൊക്കെ തന്നെയാണ് ടിനിക്കെതിരെ ഇപ്പോൾ കൂട്ടം കൂടിയിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഈ വിവാദത്തിൽ പെട്ടുപോയിരിക്കുന്ന നടീനടന്മാരോട് എന്റെ അഭ്യർത്ഥന, നിങ്ങൾക്ക് പറ്റിയ പണിയല്ലിത്, പിന്മാറുക. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ടിനിക്കെതിരെയുള്ള വലിയ ഗൂഢാലോചന ശക്തമാണ്. ടിനിയെ തകർക്കുക, സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിൽ ചിലർ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗൂഢാലോചനയിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കുക. ഈ ഒരു വാർത്ത വന്നതിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ടിനി ടോമിനെ ഇയാൾ വെളുപ്പിക്കാൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാണ്, ഈ ഷാജൻസ്കറിയെ വെളുപ്പിക്കാൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലീറ്റ് കമൻസും വരുന്നത്. എന്തായാലും സത്യാവസ്ഥ കുറച്ച് ദിവസത്തിനുള്ളിൽ പുറത്തേക്ക് വരുമെന്നുള്ള അറിയില്ല. മിക്കവാറും കോംപ്രമൈസ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഉള്ളിലൂടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.